നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതമിന്റെ ഭാര്യ ആയില്ലെങ്കിലും എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ആക്ട്രസ് കം മോഡലാ. അതിന് നീ ഇതുവരെ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടല്ലാതെ ഡയലോഗുള്ള ചെറിയ വേഷമെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? മുമ്പ് നീ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു സിനിമയ്ക്ക് പോയതാ. മഷിയിട്ട് നോക്കിയിട്ട് പോലും നിന്നെ അതി കണ്ടില്ല. അമ്മ ഇവൻ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ? കളിയാക്കിയതാണെങ്കിലും ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. ആ സിനിമ കാണാൻ പോയപ്പോ ഇടയ്ക്കൊന്ന് കണ്ണ് ചിമ്മിയതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. ഓ ഇനി അതൊന്നും ഓർക്കണ്ട മോളെ. ഗൗതമിന്റെ കാശുകൊണ്ട് സിനിമ നിർമ്മിച്ചിട്ട് നീ ഒരു നായികയായിട്ട് അഭിനയിച്ചാ മതി. കല്യാണത്തിന് എന്ത് സഹായം വേണമെങ്കിലും അമ്മായി പറഞ്ഞാ മതി. ഞാനാദ്യം അമ്മയും ചേച്ചി ഒന്ന് കാണട്ടെ. അതിന് അവര് രണ്ടുപേരും ഇവിടെ ഇല്ല. ഏട്ടനും അനിയത്തിയും കൂടി എവിടെയൊക്കെയോ ക്ഷണിക്കാൻ പോയിരിക്കുക. പിന്നെ നിന്റെ ചേച്ചി അവളെവിടെ തെണ്ടാൻ പോയതാ. എവിടെയാന്ന് ചോദിച്ചാ എനിക്കറിയില്ലേ. ഡോക്ടറുടെ പരിശോധന ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാനൊന്ന് അകത്തേക്ക് ചെന്നാലോ? വേണ്ട മോളെ, അവര് പരിശോധിച്ചു കഴിയട്ടെ. ഹലോ നിഖിലേ. ചേച്ചി എവിടെയാ? ഞാൻ വീട്ടിലെത്തി. എടാ, അമ്മയ്ക്കൊരു തലചുറ്റലുണ്ടായി. ഇതുവരെ ബോധം വീണിട്ടില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനില. ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞതുമില്ല. ഞാനും അമ്മാവനും ആകെ ടെൻഷൻ അടിച്ചിവിടെ നിൽക്കുക. ഞാൻ ഉടനെ അങ്ങോട്ട് വരാൻ ചേച്ചി. ധൃതി പിടിച്ച് വരണ്ട, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അയ്യോ ചേച്ചി, അമ്മയ്ക്ക് സുഖമില്ലാന്ന് കേട്ടപ്പോ മുതല് എന്റെ കൈയും കാലൊക്കെ വിറക്കുക. ഞാനും വരാം. ഏത് ഹോസ്പിറ്റലാ? ഞാൻ പറയുന്നത് നീ കേൾക്കണം. അമ്മയെ അഡ്മിറ്റ് ചെയ്യോ മറ്റോ ആണെങ്കിൽ ഡ്രസ്സുകളൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാ നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അഡ്മിറ്റ് ചെയ്യാൻ തക്കവണ്ണം സീരിയസ് ആണോ ചേച്ചി? ഞങ്ങൾക്കൊന്നും അറിയില്ല മോനെ. ചന്ദ്രയ്ക്ക് എന്താടാ പറ്റിയേ? അമ്മ തലചുറ്റി വീണു. ഹോസ്പിറ്റലിലാ. നീ ഫോണിങ് തന്നെ. ഞാൻ അമ്മായിക്ക് കൊടുക്കാം. ശരി. നിധി, അമ്മാവൻ അടുത്തുണ്ടോ? ആ ഉണ്ട്. ഒന്ന് കൊടുക്ക്. ശരി അമ്മായിയ. ആ രേണു, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ഉള്ളില് തീയ. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് കുഴപ്പാ. കല്യാണത്തിന് ഇനി 2 ദിവസേ ഉള്ളൂ. ചന്ദ്രികയ്ക്ക് വല്ലതും പറ്റിയാലേ കല്യാണം മുടങ്ങാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ച 2 ദിവസം വെന്റിലേറ്ററിൽ വെക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. കല്യാണം കഴിഞ്ഞിട്ട് മാത്രം മരണം പുറത്തു പറഞ്ഞാൽ മതി. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? നിന്റെ നാത്തൂൻ ആശുപത്രി കിടക്കുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇനിയൊരു അക്ഷരം മിണ്ടിയാൽ ഞാൻ അങ്ങോട്ട് വന്ന് നിന്റെ നാവ് മുറിച്ചു കളയും. വെറുതെ എന്റെ മെക്കിട്ട് കയറണ്ട. ഞാൻ ഉള്ളത് പറഞ്ഞു. അതനുസരിച്ച് പെരുമാറിയ കല്യാണം നടക്കും. എന്തായാലും എന്റെ മാത്രം മോളൊന്നും അല്ലല്ലോ ശിവാനി. ഹലോ ഹലോ. അമ്മയെക്കുറിച്ച് അമ്മായി എന്ത് അനാവശ്യ പറഞ്ഞത്? ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? ഓ, നിന്റെ അമ്മാവന്റെ വായിന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. നിന്റെ ചീത്ത വിളി കൂടെ കേൾക്കണോടാ ഞാൻ? ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ല. അമ്മായി ചിന്തിച്ചതും സംസാരിച്ചതും മോശമായി പോയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നിന്റെ ചേച്ചിയും അമ്മയ്ക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയ്ക്കോ. നീ വെറുതെ നോക്കി പേടിപ്പിക്കണ്ട. നിന്നെ നിന്റെ ചേച്ചിയും എന്റെ അച്ഛനെയൊക്കെ പോലെ വെറും സെന്റിമെന്റൽ ഇഡിയറ്റുകളല്ല ഞങ്ങൾ രണ്ടുപേരും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാ. പിന്നെ വിവാഹം മുടങ്ങാതിരിക്കാൻ ഒരു ഡെഡ് ബോഡി 2 ദിവസം വെന്റിലേറ്ററിൽ വയ്ക്കുന്നോണ്ടൊന്നും ഒരു തെറ്റുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാരും ചെയ്യുന്നത് തന്നെയാ ഇത്. പിന്നെ അല്ലാതെ മനക്കൽ പറമ്പിലെ ശാരദ കുഞ്ഞമ്മ മരിച്ചപ്പോ ഒരാഴ്ചയാ വെന്റിലേറ്ററിൽ കിടത്തിയത്. അവിടെ ഡെഡ് ബോഡിക്ക് പരമസുഖ.
കംപ്ലീറ്റ് AC എടുത്ത് ചിതയിൽ വെച്ച് കത്തിക്കുന്നതിന് മുൻപ് നല്ല കുളിരിൽ സുഖമായിട്ട് കിടന്ന ചന്ദ്രികയ്ക്ക് എന്താ പൊള്ളോ? ദയവേത് ഇങ്ങനെയൊന്നും പറയരുത്. ഈ കല്യാണം നടക്കാൻ വേണ്ടിയെങ്കിലും അമ്മയ്ക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ. പ്രാർത്ഥിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? കല്യാണത്തിന് മുൻപ് ചന്ദ്രികയ്ക്ക് ഒന്നും പറ്റല്ലേ എന്ന് മനോരുകി തന്നെയാ പ്രാർത്ഥിക്കുന്നത്. എന്നാലും വിധിച്ചതല്ലേ നടക്കൂ. നിന്റെ അമ്മയ്ക്ക് സമയമായെങ്കിൽ പോയല്ലേ പറ്റൂ. ശരിയാ അമ്മായി, എന്തായാലും വിധിച്ചതേ നടക്കൂ. കല്യാണം നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും വിധിയാണ്. ജാതകത്തിന്റെ പേരിൽ ഇവിടെ നടന്ന തിരിമറിയൊന്നും ഗൗതം സാർ അറിയാതിരുന്ന കല്യാണം നടക്കും. അറിഞ്ഞ അതോടെ എല്ലാം തീരും. അവനാ പറഞ്ഞതില് ഭീഷണിയില്ലേ മോളെ? അതിന്റെ ഉണ്ടമ്മേ, എനിക്ക് വിധിച്ചത് എനിക്ക് തന്നെ കിട്ടും. ചന്ദ്രിക ആന്റി നാളെയും കൂടി ഹോസ്പിറ്റലിൽ കിടക്കണം. അങ്ങനെയാണെങ്കിൽ നിധിയുടെ റൂമിൽ നിന്ന് സ്വർണം എടുത്ത് എനിക്ക് മുങ്ങാൻ എളുപ്പാ. ഞാൻ പോയ വിവരം എവിടെ അറിയുമ്പോഴേക്കും ഫ്ലൈറ്റ് മുംബൈയിൽ ലാൻഡ് ചെയ്തിരിക്കും. പോകുന്നതിന് മുൻപ് നിധിക്കിട്ടൊരു പണി കൊടുത്തിട്ടേ ഞാൻ പോകൂ. എനിക്കൊരു കുഴപ്പമില്ല മോളെ. പുറത്ത് എന്തൊരു വെയില, ചൂട് താങ്ങാൻ ശരീരത്തിന് പറ്റിയില്ല, അത്രേ ഉള്ളൂ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെയൊന്നും പറയണ്ട. ഇന്ന് രാവിലെ മുതൽ അമ്മയ്ക്ക് തലചുറ്റലുണ്ടായിരുന്നു. നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കെ, അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. സ്ട്രോക്ക് ആണോന്ന് സംശയമുണ്ടെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞപ്പോ ഞങ്ങളാകെ പേടിച്ചുപോയി. ഇപ്പൊ സമാധാനായില്ല ഏട്ടന്? എന്റെ മോളെ നല്ലൊരുത്തന്റെ കൈ പിടിച്ചേൽപ്പിക്കുന്നവരെ ദൈവം എന്നെ വീഴ്ത്തില്ല ഏട്ടാ. അതൊന്ന് പെട്ടെന്ന് നടന്നു കണ്ടാൽ മാത്രം മതി എനിക്ക്. അമ്മ സമാധാനായിട്ടിരിക്കും. അധികം സംസാരിക്കണ്ട. ബെഡ് റെസ്റ്റ് മാത്രമല്ല, വോയിസ് റെസ്റ്റും വേണം. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? BP ഷൂട്ട് ഔട്ട് ചെയ്തതാണ്. ഇപ്പോൾ നോർമൽ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻ വരുന്നുണ്ട്. 2 ദിവസം അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. 48 മണിക്കൂർ ഒബ്സർവേഷനിലാണ്. കഴിക്കുന്ന മെഡിസിൻ റീഷെഡ്യൂൾ ചെയ്യാനും പറ്റും. എങ്കിൽ അഡ്മിറ്റ് ചെയ്യാം ഡോക്ടർ. അയ്യോ, അത് പറ്റില്ല ഡോക്ടർ. എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോണം. മറ്റന്നാള് ഏട്ടന്റെ മോളുടെ കല്യാണ, എനിക്ക് പോണം. നമ്മൾ പോയില്ലെങ്കിലും വിവാഹം നടന്നോളും. പറ്റില്ല. അതിൽ പങ്കെടുക്കാതെ ഇവിടെ കിടന്ന എന്റെ BP കൂടെ ഉള്ളൂ. അമ്മ ഇങ്ങനെ വാശി പിടിക്കല്ലേ. വാശി പിടിക്കും. ശിവാനിയുടെ വിവാഹത്തിന് ഞാനും നീ ഉണ്ടാവണം. എന്നാലും ആരോഗ്യം നോക്കണം ചന്ദ്രി. ഏട്ടൻ തടസ്സം പറയണ്ട. നിർബന്ധിച്ച് അഡ്മിറ്റ് ചെയ്താ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ റെസ്റ്റ് എടുക്കണം. കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇല്ല ഡോക്ടർ, ഞാൻ നന്നായി വിശ്രമിച്ചോളാം. ശരി, എങ്കിൽ BPക്ക് കഴിക്കുന്ന മെഡിസിൻ ഞാൻ മാറ്റി എഴുതാം. ഒരാഴ്ച കഴിഞ്ഞ് OPയിൽ വന്ന് കാണണം. ശരി ഡോക്ടർ. വരൂ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ തരാം. ശരി. വീട്ടിലെത്തിയ അമ്മ അടങ്ങിയിരിക്കൊന്നുമില്ല. ഒരക്ഷരം പറഞ്ഞ അനുസരിക്കുകയില്ല. അതാണ് എന്റെ പേടി. ഞാൻ ഒന്നിലും ഇടപെടില്ല മോളെ. ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. അമ്മ ഇതൊക്കെ ഇപ്പൊ പറയും. കല്യാണ വീട്ടിലെ ഉത്രാടപ്പാച്ചില് കാണുമ്പോ അമ്മ അതിൽ ഇൻവോൾവ് ആവും. ഒരു കാര്യം മാത്രം പറയാം. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു ടാക്സി പിടിച്ച് അമ്മ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യും.